രാഷ്ട്രീയ സമ്പത്ത്, ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്നൊരു മുദ്രാവാക്യം CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു. നോക്കൂ, എത്രമാത്രം പ്രസക്തമാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് എന്നാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? അസിത, ഇന്ത്യയുടെ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ ഞാൻ അവിടെ നിന്ന് തുടങ്ങുകയാണ്. ഞാൻ ആകെ ഒരു 3-4 മിനിറ്റ് ഇപ്പോൾ എടുക്കുന്നതിൽ ദയവായി ക്ഷമിക്കണം. സ്വാമി കുമാരാനന്ദും മൗലാന ഹസ്രത് മൊഹാനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1921 സമ്പൂർണ്ണ സമ്മേളനത്തിൽ ആദ്യമായി അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നതിന് ഒപ്പുശേഖരണം നടത്തി മഹാത്മാഗാന്ധിയുടെ മുമ്പിലേക്കടക്കം കൊണ്ടുപോയി. പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ അന്നത് സമ്മതിച്ചില്ല. 10 കൊല്ലം വേണ്ടി വന്നു അവരത് സമ്മതിക്കാൻ. പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത്, അന്ന് ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും കോൺഗ്രസിനകത്താണ്. ഹസ്രത് മൊഹാനിയും അതുപോലെ തന്നെ സ്വാമി കുമാരാനന്ദും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളായിരുന്നു. അവരാണ് ആ ചങ്കൂറ്റം കാണിച്ചത്, പൂർണ്ണ സ്വരാജ് പ്രമേയം. ഞാൻ അവിടെ മുതൽ ഇങ്ങോട്ട് എടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ ഈ പ്രതിപക്ഷം തന്നെ കോൺഗ്രസിനകത്തുണ്ടായിരുന്നൊരു കാലമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെയും അതുപോലെ സർദാർ പട്ടേലിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ഏറ്റവും വലിയ വിമർശകനായിരുന്ന ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തെ നിയമമന്ത്രിയായി തന്നെ ക്ഷണിച്ച അത്തരത്തിൽ. അതുപോലെ തന്നെ കോൺഗ്രസിനകത്ത് ശ്രീ മദൻ മോഹൻ മാളവിയ, അദ്ദേഹം തീവ്ര വലതുപക്ഷക്കാരനും ഹിന്ദു മഹാസഭയുടെ നേതാവുമൊക്കെ ആയിരുന്നു നമുക്കറിയാം. ഭരണകക്ഷിയും പ്രതിപക്ഷവും അങ്ങനെ തന്നെ എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് ഉണ്ടായിരുന്നൊരു കാലത്തും ആദ്യമായി നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഈ അഴിമതിക്കെതിരായിട്ടുള്ളൊരു വലിയ പോരാട്ടത്തിന്, അതിന് നിയമനിർമ്മാണത്തിന് വേണ്ടി അത് പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വന്നപ്പോൾ അങ്ങനെ പണ്ഡിറ്റ് നെഹ്റു തന്നെ ഇത് സംബന്ധിച്ചൊരു പാർലമെൻ്ററി സമിതി, ഇന്നത്തെ പോലെ നമ്മൾ പറയുന്ന ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളോ അത്തരത്തിലുള്ളതല്ല, ഇന്നത്തേത് അത് ഒരു ഏതാനും ചില പാർലമെൻറ്റ് അംഗങ്ങളെ അതിലേക്ക് വേണ്ടി ചുമതലപ്പെടുത്തി. ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി എന്നാണ് ആ റിപ്പോർട്ടിൻ്റെ പേര്. അതായിരുന്നു വാസ്തവത്തിൽ ഇന്ന് നമ്മൾ പറയുന്ന ഈ ലോക്പാലിൻ്റെ എല്ലാം ആദിമ രൂപത്തിന് കാരണമായേക്കാവുന്ന റിപ്പോർട്ട് സമർപ്പിച്ചത്. തീരുന്നില്ല. പാർലമെൻറ്റിന് പുറത്തും പാർലമെൻറ്റിനകത്തും നടന്ന പ്രക്ഷോഭങ്ങളിലൊന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന സഖാവ് AK ഗോപാലൻ എന്ന അദ്ദേഹത്തെ പാർലമെൻറ്റ് അംഗമായിരിക്കുമ്പോൾ തന്നെ ഈ ആർട്ടിക്കിൾ 20 ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ കരുതൽ തടങ്കലിന് അദ്ദേഹത്തെ വിധേയമാക്കി. അത് ചോദ്യം ചെയ്തു അദ്ദേഹം. അത് ചോദ്യം ചെയ്യുകയും AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നുള്ള കേസുണ്ടാവുകയും ചെയ്തു. ഇന്ത്യയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 21 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ്. ആ കേസിൽ സുപ്രീം കോടതി എടുത്ത നിലപാട് ശരിയായിരുന്നില്ല എന്ന് പിന്നീട് സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടു. അത് ബോധ്യപ്പെടാൻ പിന്നീട് ഒരു 1/4 നൂറ്റാണ്ട് വേണ്ടി വന്നു. മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിലാണ് എങ്കിൽ പോലും. ഇവിടെ ഈ ഒരു കാര്യം ഞാനിത് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം, ഇന്ത്യയുടെ പിന്നീട് ഇങ്ങോട്ട് പാർലമെൻ്ററി ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ കസ്റ്റോഡിയൽ റേപ്പ്, ഇപ്പോൾ ഇതിൽ എന്നോടൊപ്പം തന്നെ ശ്രീ കൃഷ്ണദാസ് പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം അഭിഭാഷകൻ കൂടിയാണ്. നമ്മുടെ IPCയിൽ നേരത്തെ ഉണ്ടായിരുന്ന റേപ്പിനുണ്ടായിരുന്ന ഡെഫിനേഷൻ അതനുസരിച്ച് ഈ മധുര റേപ്പ് കേസ് വളരെ അത് മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയതാണ്. കസ്റ്റോഡിയൽ റേപ്പ് എന്നൊരു പുതിയ ഉപവകുപ്പ് അതിലേക്ക് ചേർക്കുന്നതിൻ്റെ കാരണം തന്നെ പാർലമെൻറ്റിൽ ഇടതുപക്ഷം നടത്തിയ ഇടപെടൽ. സഖാവ് സുശീല ഗോപാലൻ അടക്കമുള്ളവർ അത് പാർലമെൻറ്റിനകത്തും പുറത്തും നടത്തിയൊരു വലിയ പോരാട്ടമുണ്ട്. സുപ്രീം കോടതിയിലടക്കം ആ കേസ് വിജയിക്കാതെ പോയത് കൺസെൻറ്റ് ഉണ്ട് എന്നൊക്കെയുള്ള ന്യായീകരണം പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഒരു പുതിയ വകുപ്പ് അവിടെ അത്തരത്തിൽ IPCയിൽ കസ്റ്റോഡിയൽ റേപ്പിന് കൂടുതലാണ് ശിക്ഷ. അതടക്കം വരുന്നത് അത്തരത്തിലുള്ളൊരു പോരാട്ടത്തെ തുടർന്നാണ്. തീരുന്നില്ല. നമ്മൾ വനിതാ സംവരണ ബില്ലിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല ഇപ്പോൾ പറയുന്നുണ്ട്. വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ആദ്യം മുതൽ തന്നെ ഇതിന് വലിയ രീതിയിലുള്ള ഈ പ്രക്ഷോഭങ്ങൾ പുറത്തും പാർലമെൻറ്റിനകത്ത്, അത് പ്രക്ഷോഭം എന്ന പദം ഞാൻ ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും സുശീല ഗോപാലെല്ലാം നടത്തിയിട്ടുള്ളതുപോലെ തന്നെ ഇക്കാര്യത്തിൽ അത് പിന്നീട് ഞാൻ 96-ൽ 11ാം ലോക്സഭയിൽ അംഗമായിരിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ 2 ബെഞ്ച് മുമ്പിലാണ് കാറ്റടിച്ചാൽ പറന്നു പോകുന്നത് പോലെ കൃശഗാത്രയായ ഒരു നേതാവ്, CPIയുടെ നേതാവായിരുന്നു. അവരുടെ പേര് ഗീതാ മുഖർജി എന്നാണ്. ഗീതാ മുഖർജി അതിനുവേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളുണ്ട്. എങ്ങനെയാണ് ഇത് മറക്കാനായിട്ട് കഴിയുക? അവിടെ നിന്ന് പിന്നെയും ഇങ്ങോട്ട് നിങ്ങൾ വരിക. ഈ ഭക്ഷ്യസുരക്ഷാ ബില്ലുണ്ടല്ലോ, ഇത് സംബന്ധിച്ച് CPIM ആണ് ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഭേദഗതികൾ കൊടുത്ത അന്നത്തെ ഒരു പാർലമെൻറ്റ് അംഗത്തിൽ ഒരാൾ ഞാനും കൂടിയാണ്. ആ ഭേദഗതികൾ അന്ന് 1ാം UPA സർക്കാർ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ പല സംസ്ഥാനങ്ങളും നേരിടുന്ന ഒരു വൈതരണി ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവില്ലായിരുന്നു. എന്തായാലും അത് വോട്ടിനിട്ട് തള്ളുകയാണ് ചെയ്തത്. വോട്ടിനിട്ട് തന്നെ തള്ളേണ്ടി വന്നു, ഒരുപാട് നേരം എടുക്കേണ്ടി വന്നു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പലപ്പോഴും കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ അതിനെതിരായി ഇങ്ങനെ ആയിരിക്കണം, ബദൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള നിലയിലേക്ക് നമ്മൾ നയപ്രഖ്യാപന പ്രസംഗത്തിന് അമെൻമെൻറ്റ് കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ അമെൻമെൻറ്റുകൾ അത്തരത്തിൽ നൽകിയിട്ടുള്ളത് ഇടതുപക്ഷത്ത് നിന്നാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഞാനിത് ഈ കാര്യം തീർക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഏറ്റവും ഒടുവിലത്തേത് നമ്മളിപ്പോൾ NIA-യുമായി ബന്ധപ്പെട്ട് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവരുടേതായിട്ടുള്ള അധികാരം അങ്ങനെ വല്ലാതെ വർദ്ധിപ്പിക്കുന്ന ഒരു ഭേദഗതി വരുന്ന സമയത്ത് അത് പാർലമെൻറ്റിൽ ലോക്സഭയിൽ വോട്ടിനിട്ടപ്പോൾ ആരിഫ് ഉൾപ്പെടെയുള്ള 6 അംഗങ്ങൾ
അംഗങ്ങൾ മാത്രമാണ് ആ ഭേദഗതിക്കെതിരായി വോട്ട് ചെയ്തത്. മറ്റുള്ള ആളുകൾ വോട്ട് ചെയ്തോ എന്ന് ചോദിച്ചാൽ ചോദിച്ചു, ഇല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറയുന്നതിന് വേണ്ടി അടിച്ചതിന് വേണ്ടി കരഞ്ഞതുപോലുള്ള സ്ഥിതിയിലേക്കായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഇതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ വേറെ പറയട്ടെ, പാർലമെൻറ്റിൽ ആണല്ലോ പാസ്സാക്കിയതാണല്ലോ ഈ നമ്മുടെ ഈ ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട നിയമം. അത് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്, അതുകൊണ്ട് രാജ്യത്തെ നിയമമാണ് എന്നെല്ലാം പറയുകയും അത്തരം കാര്യങ്ങളെല്ലാം വന്നു. പാർലമെൻറ്റിൽ എതിർത്തു എന്ന് മാത്രമല്ല, CPIM ഈ ബോണ്ടുകൾ വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചു. CPIM സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതിയിൽ കേസിലടക്കം, അത് വിധിന്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ജസ്റ്റിസ് ഭൂഷൺ എടുത്ത് പറയുന്നുണ്ട്, ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളൊരു പെറ്റീഷൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഈ കാര്യത്തിൽ എടുത്ത, അപ്പോൾ അത് ആ കാര്യത്തെ സംബന്ധിച്ച് തീരുന്നില്ല. പാർലമെൻറ്റിനകത്തും പുറത്തുമടക്കം ഈ രാജ്യത്ത് നടക്കുന്ന വർഗീയമായിട്ടുള്ള ചേരിതിരിവ്, ആ വേട്ട, അതൊരു ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസമായിട്ട് വരുമ്പോൾ ഇതിനെതിരായി എടുത്തിട്ടുള്ള നിലപാട്, അപ്പോൾ ഗുജറാത്തിലെ റൈറ്റ്സിൻ്റെ കാര്യത്തിലായാലും അതിനുശേഷം നടന്നിട്ടുള്ള നിരവധി കലാപങ്ങളിലായിരുന്നാലും ഇത്തരം വിഷയങ്ങളിൽ ബിൽക്കിസ് ബാനുവിൻ്റെ അറിയാമല്ലോ, അതിപ്പോൾ ഞാനത് കൂടുതൽ ഇപ്പോൾ ഈ സമയത്ത് അധികം ഞാൻ അപഹരിക്കുന്നില്ല. ബിൽക്കിസ് ബാനുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിലടക്കം ഉന്നയിക്കാനും ഇതിന് പുറത്തടക്കം നിയമ പോരാട്ടത്തിന് സംരക്ഷണം നൽകാനും എല്ലാം സുഭാഷിണി അലി അടക്കമുള്ളവർ പാർലമെൻറ്റിന് പുറത്ത് മുൻ പാർലമെൻറ്റ് അംഗമാണ്, കാൺപൂരിൽ നിന്നുള്ള ഒരു CPIMൻ്റെ അംഗമായിരുന്നു ഒരു തവണ. അത് 14 കൊല്ലക്കാലം ആ ഒരു വേട്ടയാടലിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകാനും അങ്ങനെ ഒരു ധീരോദാത്തമായൊരു നിലപാട് സ്വീകരിക്കാനും ഇടതുപക്ഷത്തിന് മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ. ഇവിടെ ലേബർ കോഡുകൾ അത് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നത് എങ്ങനെയാണ്? പ്രതിപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വളരെ പൊടുന്നനെയാണ് ലേബർ കോഡുകൾ അങ്ങനെ കൊണ്ടുവരുന്നത്. ആ ലേബർ കോഡുകൾക്കെതിരായി അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെ സംബന്ധിച്ച് പാർലമെൻറ്റിൽ ഭേദഗതികളിൽ കൂടിയും വിയോജിപ്പുകളിൽ കൂടിയും പറയുന്നതിന് ഇടതുപക്ഷമാണല്ലോ തയ്യാറായത്. അപ്പോൾ വാസ്തവത്തിൽ അംഗസംഖ്യക്കപ്പുറമായി ഇക്കാര്യത്തിൽ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് എന്നുള്ള നിലയിലേക്ക് എടുക്കുന്നതായ ആ കാര്യങ്ങളോട് കൃത്യമായ പ്രതിബദ്ധത. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. സഖാവ് AKG പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളൊരു വാചകം ഇംഗ്ലീഷിലാണ്, പക്ഷേ അത് മലയാളത്തിലേക്ക് ഞാൻ പരിഭാഷപ്പെടുത്താം. ഞാൻ മുറിഞ്ഞ ഇംഗ്ലീഷിലായിരിക്കാം ചിലപ്പോൾ പ്രസംഗിക്കുന്നത്, പക്ഷേ ഞാൻ ഏറ്റെടുത്ത ദൗത്യം, കർത്തവ്യം അതൊരിക്കലും മുറിഞ്ഞതായിരിക്കില്ല. അവസാനം വരെയും ഞാൻ ആ ദൗത്യം പൂർത്തീകരിക്കാനേ ഉണ്ടാകും എന്ന് സഖാവ് AKG പറഞ്ഞത് ഇടതുപക്ഷ അംഗങ്ങൾ അക്ഷരം പ്രതി പാലിച്ചിട്ടുണ്ട്, പാലിക്കുക തന്നെ ചെയ്യും.